നീ നോടുക്കളെ ഒന്നും കഴിക്കാതിരിക്കുന്നേ. കഴിക്കുന്നുണ്ട് അച്ഛാ. ഒരു കാര്യം ഞാൻ പറയാം, ദാണ്ടേ നാളെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് നിൽക്കാവുള്ളതാ. രണ്ടുപേരും ഊർജ്ജസ്വലയോടെ നിന്നാലേ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കാൻ പറ്റൂ. കാര്യമേ നിങ്ങളാണ് നാളത്തെ താരങ്ങൾ. മോളെ കുറച്ചു കറിയും കൂടി ഒഴിക്കട്ടെ. കഴിക്കാൻ തോന്നുന്നില്ല സത്യമ്മ. നാളത്തെ ചടങ്ങിനെ കുറിച്ച് ഓർത്തിട്ട് ഉമ്മനീര് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാൻ. മോളെ നീ സമാധാനമായിട്ടൊന്നിരിക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഈശ്വരൻ ഇത് മുടക്കാനായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. എന്നോട് സ്വകാര്യം. അതെ, നാളെ ആ ക്ലീറ്റ് വരുമ്പോഴേ. ക്ലീറ്റസ് അതെന്തെങ്കിലും ആവട്ടെ. അവൻ വരുമ്പോഴേ നമ്മളൊരു കുടുംബ ഫോട്ടോ അതെന്തായാലും എടുപ്പിക്കണം കേട്ടോ. നമ്മുടെ വീടിന്റെ വാതിൽക്ക് തന്നെ അതൊരു ആമിനേറ്റ് ചെയ്ത് വയ്ക്കുകയും വേണം. വന്നു കയറുന്നവരൊക്കെ ആ ഫോട്ടോ ആയിരിക്കണം ആദ്യം കാണേണ്ടത്. അടുത്തൊരു ആഘോഷത്തിനെ ഇനി ഞാൻ ഇല്ലെങ്കിലേ എന്റെ ഒരു സാന്നിധ്യം ഈ വീട്ടിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവുമല്ലോ. എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ സങ്കടപ്പെടുത്തുന്നേ? അച്ഛൻ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരു 100 വയസ്സ് കഴിഞ്ഞേ അച്ഛൻ മരിക്കുള്ളൂ, അതുപോരെ? എടാ മക്കളെ, നിങ്ങളോടൊപ്പം ജീവിക്കാനേ ഈ അച്ഛന് 100 വയസ്സ് പോരടാ. അത്രത്തോളം ആഗ്രഹമാ ഈ അച്ഛന് നിങ്ങളോടൊപ്പം കഴിയാനായിട്ടേ. അതുകൊണ്ടാ ഈ ചെറിയ സന്തോഷങ്ങളൊക്കെ വലിയ വലിയ സന്തോഷങ്ങളാക്കി അച്ഛൻ മാറ്റാൻ ശ്രമിക്കുന്നതേ. ആയുസ് തീരാറാവുമ്പോ മനുഷ്യന്റെ ആഗ്രഹങ്ങളൊക്കെ കൂടുമെന്ന് പറഞ്ഞു കേൾക്കാറില്ലേ? ചിലപ്പോ അതായിരിക്കും കാര്യം. എന്തുവായാലും ശരി, നാളത്തെ ചടങ്ങ് ഗംഭീരാക്കണം. നാളെ ഇവിടെ എന്താ അച്ഛൻ നടക്കാൻ പോകുന്നേ? നാളെ ഇവിടെ ഗംഭീര പരിപാടിയിൽ നടക്കാൻ പോകുന്നേ. അച്ഛന്റെ അമ്മയുടെ കല്യാണത്തിന് മക്കൾ ഉപ്പുളവെന്നൊക്കെ കേട്ടിട്ടില്ലയോ? നാളെ അത് നമുക്കിവിടെ നേരിട്ട് കാണാൻ പറ്റും. ഉപ്പോ അതാര് വിളമ്പും? അതെന്തിനാ വിളമ്പുന്നത്? അതൊക്കെ ഉണ്ട്, മക്കള് കണ്ടോ. പിന്നെ ഇന്നേ നിങ്ങൾ രണ്ടുപേരും എന്റെ ഭാമയുടെ കൂടെ കിടക്കുന്നേ. അയ്യോ, അപ്പൊ ഞങ്ങൾ അമ്മയോടൊപ്പം കിടക്കണ്ടേ? അതൊന്നും വേണ്ട. ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളോടൊപ്പം കിടന്നാൽ മതി കേട്ടാ. കാരണേ നാളെ നമ്മളിവിടെ ആഘോഷിക്കുന്ന വെഡിങ് ആനിവേഴ്സറിയെ ശരിക്കൊരു കല്യാണം പോലെ നടത്തുന്നേ.